ഈ മഴ സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കാൻ. അപ്പോൾ ഇതിന് നമുക്ക് മുത്താറിയാണ് വേണ്ടത്. മുത്താറി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. മുത്താറി ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഒരു 3-4 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇതിന്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കുതിർത്ത് വെച്ചാൽ ഇത് വേഗം തന്നെ അരിഞ്ഞ് കിട്ടും. 1 മണിക്കൂറെല്ലാം കുതിർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ വെച്ചോ കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര പാനി റെഡിയാക്കാനുണ്ട്. ഒരച്ച് ശർക്കരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ഞാൻ മെൽട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുത്താറി അരച്ചതുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. പിന്നെ ഇത് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകട്ടോ. വേഗം ഇതുപോലെ നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കുറുകി വന്നിട്ടുള്ള മുത്താറിന്റെ മിക്സിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം കറക്റ്റ് മധുരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 അച്ച് ശർക്കര വരെയെല്ലാം എടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതിൽ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. തേങ്ങാപ്പാലോ മിൽമാപ്പാലോ ഏതായാലും എടുക്കാം. ഞാനിതിപ്പോൾ മിൽമ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് മിൽമ പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം കുടിച്ചാൽ നിങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഇതിങ്ങനെ ചെറിയ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. പക്ഷേ ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇതുപോലെ ചെറിയ ചൂടിൽ കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.